ഞാൻ ഇന്നലെ മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണ്. ഇന്നലെ മുതൽ ഞാൻ പറയുന്ന രാഷ്ട്രീയം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമാണ്, പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയമാണ്. മാറ്റം വരേണ്ടത് എവിടെയാണ്? തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തോൽവികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ ലീഡർഷിപ്പ്, പ്രത്യേകിച്ച് നെഹ്റു ഫാമിലി, ആ നെഹ്റു ഡൈനാസ്റ്റിയാണ് മാറേണ്ടത്. അത് മാറി കോൺഗ്രസ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ആവുകയാണ് രാജ്യത്തെ ജനാധിപത്യത്തിനും ഏറ്റവും അഭികാമ്യമായിട്ടുള്ള സംഗതി. തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ഭയമുള്ള ഡൊമിനിക് പ്രസന്റേഷനെ പോലുള്ള സീനിയർ ആയിട്ടുള്ള നേതാക്കൾ പോലും രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. കാരണം അദ്ദേഹത്തിന് ഈ സമയത്തെങ്കിലും പറയാം, തെറ്റ് നെഹ്റു കുടുംബത്തിന്റേതാണ്, രാഹുൽ ഗാന്ധിയുടേതാണ്, അവരാണ് മാറേണ്ടത്. കോൺഗ്രസ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാകട്ടെ, സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വന്ന ഒരാൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകട്ടെ എന്ന് പറയാൻ എന്തുകൊണ്ട് ധൈര്യം കാണിക്കുന്നില്ല? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പാർട്ടിയിൽ നാളെ ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തു. അതുകൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. സ്വച്ഛന്ത മൃത്യുവിലേക്ക് കോൺഗ്രസ് പതിയെ നടന്നെടുക്കുകയാണ്. അതിന്റെ അവസാന നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. ആ നിമിഷങ്ങളിൽ ശ്രീ ഡൊമിനിക് പ്രസന്റേഷനൊക്കെ 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് ആദരാഞ്ജലി പറയുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാം. ഈ പണ്ടാരത്തിനെ കടലിൽ നിന്ന് കൊണ്ടുവന്നവര് കിട്ടുകയല്ലേ? ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അവർക്ക് ജനാധിപത്യത്തിൽ തരിമ്പും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെയാണ് മുഴുവൻ അധികാരവും ഒരു കുടുംബത്തിൽ സംക്ഷിപ്തമായിരിക്കുന്നത്. ജനാധിപത്യത്തിൽ അവർക്ക് വിശ്വാസമില്ല, ആ കുടുംബത്തിലാണ് അവർക്ക് വിശ്വാസമുള്ളത്. ആ കുടുംബം ആഗ്രഹിക്കുന്നവർ ജയിക്കും. ഇവിടെ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത കോൺഗ്രസ്സുകാര് ദയവ് ചെയ്ത് ഇനി മുതൽ TV ചാനലുകളിൽ വന്ന് ജനാധിപത്യവും ഭരണഘടനയും ഒന്നും BJP-ക്കാരെ പഠിപ്പിക്കാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. ഇന്നലെ മുതൽ ഞാൻ പറയുന്ന രാഷ്ട്രീയം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമാണ്, പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയമാണ്. ഇന്നലെ മുതൽ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ഈ മൂവർണ്ണക്കൊടിയുടെ പരിശുദ്ധിക്ക് ഒരു കളങ്കവും തീർക്കാതെ ഇനിയുള്ള കാലം നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരുവനായി പോരാടാൻ ഞാൻ ഉണ്ടാകുമെന്ന ഉറപ്പാണ് എനിക്ക് ഇവിടെ നൽകാനുള്ളത്. എന്നിട്ട് അന്ന് താനത് പറഞ്ഞില്ലല്ലോ. എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ BJP-ക്കാരനാണ്, ഞാൻ BJP വിട്ടു പോയി എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ BJP-ക്കാരനാണ്. ഇനിയുള്ള കാലം നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരുവനായി പോരാടാൻ ഞാൻ ഉണ്ടാകുമെന്ന ഉറപ്പാണ് എനിക്ക് ഇവിടെ നൽകാനുള്ളത്. കാലം UDF-നെയും LDF-നെയും രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയും നിരന്തരമായിട്ട് സംസാരിച്ചിരുന്ന വ്യക്തിയാണ്. പെട്ടെന്നൊരു മനമാറ്റം ഉണ്ടായ സമയത്ത് അത് BJP-യെ ബാധിച്ചിട്ടുണ്ട്. അപ്പോ ചടങ്ങ് തുടങ്ങലച്ചാ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. BJP-യെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിന് വേണ്ടി മാത്രം ഇന്നലെ വരെ പറഞ്ഞിരുന്ന ആദർശങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളും സത്യങ്ങളും ഒക്കെ മാറ്റി പെട്ടെന്നൊരു ദിവസം സൂര്യൻ ഉദിച്ചപ്പോ ആ ആദർശങ്ങളും നിലപാടുകളും ഒക്കെ മാറ്റി പറഞ്ഞ് നട്ടല്ലില്ലാത്ത പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാര് BJP-യിൽ നിന്ന് അങ്ങ് പോയി എന്ന് വിചാരിച്ച് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്കൊന്നും വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടം സംഭവിക്കാനോ ഒന്നുമില്ല. നരേന്ദ്രമോദിയെ വർഗീയവാദി എന്ന് അദ്ദേഹം വിളിച്ചിരുന്നു. എന്താണ് അതിനോടൊരു അഭിപ്രായം? ഇന്നലെ വരെ നരേന്ദ്രമോദിയെ ഹീറോയാണെന്ന് പറഞ്ഞിരുന്ന ഒരാൾ ദേശീയ തലത്തിൽ നരേന്ദ്രമോദിജിക്ക് പകരം വെക്കാൻ പറ്റുന്ന ഒരു നേതാവിനെയും ഒരു സ്ഥലത്തു നിന്നും കാണിച്ചു തരാൻ സാധിക്കില്ല. രാജ്യത്തെമ്പാടും സ്വാധീനമുള്ള, രാജ്യത്തെ എല്ലാ സ്ഥലത്തും സ്വാധീന ശക്തിയുള്ള ഒരു ദേശീയ നേതാവിനെ നരേന്ദ്രമോദിജിക്ക് എതിരെ നിർത്താൻ ഇന്ന് ഈ സംഘടിത സംയുക്ത പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. പെട്ടെന്നൊരു ദിവസം നരേന്ദ്രമോദി ഭിന്നിപ്പുണ്ടാക്കി ഭരിപ്പിക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ, എന്ത് കിട്ടിയാലും അല്ലെങ്കിൽ പണം കിട്ടിയാലോ അല്ലെങ്കിൽ സ്ഥാനമാനം കിട്ടിയാലോ അതിനനുസരിച്ച് അപ്പുറത്തോട്ട് ചാടാൻ നിൽക്കുന്ന ഒരാൾക്ക് നിലപാടുണ്ടോ അല്ലെങ്കിൽ നട്ടലുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതിപ്പോ നമ്മൾ എന്തിനാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നാട്ടുകാർ കാണുന്നത്? ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. ഈ പ്രാവശ്യം എന്തായാലും കൃഷ്ണകുമാരേട്ടൻ ജയിക്കും. കാരണം ഇപ്പൊ കാലുമാറി പോയവർ തന്നെ ഏറ്റവും വലിയൊരു കാരണമാണ്. സംഭവിക്കോ? എനിക്ക് തോന്നില്ല. അത് വാര്യർക്ക് തന്നെ ബോധ്യമാവുക. പോട്ടെ, അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് ബോധ്യമാവും, ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് ബോധ്യമാവും, അദ്ദേഹത്തിൻ്റെ സഹോദരി സഹോദരന്മാർക്ക്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, കുട്ടികൾക്ക് ആർക്കും ബോധ്യമാവാൻ സാധ്യതയില്ല. ഇന്നലെയോളം എന്തെന്നറിയില്ല, നാളെയും എന്തെന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ശുദ്ധ കോപ്രായമാണ്. തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട് ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കും എന്ന് എനിക്ക് തോന്നല്ല.
ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. എല്ലാരും കൂടെ ശവത്തിൽ കുത്താടാ. അപ്പോൾ സത്യത്തിൽ ഈ സന്ദീപുകാരൻ മാറിയെന്ന് മനസ്സിലാക്കാം. ഇയാളെ അപ്പം തന്നെ ഷാളൊക്കെ അണിയിച്ച് സ്വീകരിച്ച് അയാൾ വന്നോടി കോൺഗ്രസ് പ്രസ്ഥാനം ശക്തിപ്പെട്ടു, ഇനി ഫാസിസത്തിന് വലിയ തിരിച്ചടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നവരോട് സത്യത്തിൽ സാധാരണ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വില ഭയങ്കരമായിരിക്കും. ഇനി രാഹുൽ മാങ്കൂട്ടം അഥവാ തോറ്റു പോവുകയാണ് സന്ദീപുകാരുടെ കൂറുമാറ്റം അല്ലെങ്കിൽ കാലുമാറ്റം ഒരു പ്രധാന ഘടകമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വടക്കോട്ട് അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ഊരിയോനെ ചുമന്ന ചുമന്നോന് നാറുന്നു. നിനക്ക് കുരു കൊണ്ട് പോകൂടാ. ഒരു മിനിറ്റ് എന്തോ പറയാൻ മറന്നു. ഒന്ന് എല്ലാവരും വന്നേ, എന്നാ വന്നേ? അതെ, ആന, കടൽ, മോഹൻലാൽ, കെ മുരളീധരൻ, ഈ 4 പേരെയും മലയാളികൾക്ക് ഒരിക്കലും മടുക്കില്ല. ഞാൻ വളരെ ധൃതി പിടിച്ച് മുരളീധരൻ വരുന്നു എനിക്ക് അവസാന നിമിഷം വിവരം കിട്ടിയത്. ഞാൻ ഓടിയെത്തിയായിരുന്നു. എനിക്ക് അനുഗ്രഹം ആവശ്യമുണ്ട്, മുരളീധരന്റെ പിന്തുണ ആവശ്യമുണ്ട്, സ്നേഹം ആവശ്യമുണ്ട്. മാത്രമല്ല ഞാൻ BJP ഇരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഡിസിസീവ് ആയിട്ടുള്ള ഒരു ചീഫ് മിനിസ്റ്റർ, കേരളത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഏറ്റവും അധികം സംഭാവന നൽകിയിട്ടുള്ള ശ്രീ കെ കരുണാകരൻ. അത് ഞാൻ BJP ഇരിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ്. കോൺഗ്രസ് വരുമെന്ന് വിദൂരമായിട്ടുള്ള ഒരു സാധ്യത പോലും ഇല്ലാത്ത കാലത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്നും അത് ആവർത്തിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ എന്നുള്ള നിലയ്ക്കും ആ പാരമ്പര്യത്തിന്റെ ഉടമ എന്ന നിലയ്ക്കും അദ്ദേഹത്തോട് ഏറെ ബഹുമാനവും സ്നേഹവും. താനാടോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ? 5 മിനിറ്റ് മുമ്പ് താൻ പറഞ്ഞതെന്തോന്നാ? ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പലതവണ കെ കരുണാകരനെ തള്ളിപ്പറഞ്ഞ ആളാണ് കെ മുരളീധരൻ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്വന്തം അമ്മയെ എന്തെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്ഷേപിച്ചാൽ പോലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മൗനം പാലിക്കുക എന്നുള്ളത് അത് മുരളീധരന്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുകയാണ്. അന്തയ്ക്ക് പറഞ്ഞ മകളാണ് പത്മജ. അതുകൊണ്ട് പഴയകാല പത്രം പരിശോധിച്ചാൽ മതി. മുരളീധരൻ കരുണാകരനെ പറഞ്ഞതിന്റെ കണ്ണ് നിറഞ്ഞു പോയാ മനുഷ്യൻ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് കാര്യം എനിക്ക് പിടികിട്ടി. ഞാൻ കൃതാർത്ഥനാ. അപ്പളേ നമ്മൾ പിന്നെ വരാം.